നമസ്കാരം. പത്മജ എന്തുകൊണ്ട് കോൺഗ്രസ് വിട്ടു? പെങ്ങൾ കളം മാറിയതിൽ കാരണം തിരയുന്ന ആങ്ങളയാണോ അതോ സന്തോഷിക്കുന്ന സ്ഥാനാർത്ഥിയാണോ കെ മുരളീധരൻ? ഒരേ ചോരയായ സഹോദരങ്ങൾ പോലും ഇങ്ങനെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പരസ്പരം പാരവെക്കുകയും വിഴുപ്പലകുകയും ചെയ്യുന്നുവെങ്കിൽ മറ്റുള്ളവരുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയേണ്ട കാര്യമുണ്ടോ? ചുമ്മാതാണോ 444 സീറ്റോടെ രാജ്യം ഭരിച്ച ഒരു പാർട്ടി ഈ അവസ്ഥയിലെത്തിയത് എന്ന് ചോദിക്കേണ്ടി വരും. കസേരയ്ക്ക് വേണ്ടി സ്വയം ഇല്ലാതാകുന്ന ഒരു പ്രസ്ഥാനമായി മാറി കോൺഗ്രസ്. അതേസമയം കേരളത്തിലെ 300-ലേറെ വരുന്ന കോൺഗ്രസ് നേതാക്കൾ BJPയുമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നു. പേര് വെളിപ്പെടുത്താതെയും പേര് വെളിപ്പെടുത്തിയുമൊക്കെ BJP നേതാവായിട്ടുള്ള VP ശ്രീപത്മനാഭൻ കഴിഞ്ഞ ദിവസം ഈ ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ അത്തരത്തിൽ പറഞ്ഞിരുന്നു എന്നതാണ്. ഏഷ്യാനെറ്റിൻ്റെ ഒരു ന്യൂസ് അവറിലാണ് കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള 300ഓളം പേർ BJP നേതൃത്വവുമായിട്ട് ചർച്ച നടത്തുന്നുവെന്നും ആ ചർച്ച നടത്തുന്നതിന് ശേഷം അവർ BJPയിലേക്ക് പോകുവാനുള്ള സാധ്യതയുണ്ട് എന്നും പറയുന്നത്. കേരളത്തിലെ മുതിർന്ന നേതാക്കളാണ് ചർച്ച നടത്തിയത് എന്നുള്ളതാണ് ശ്രീപത്മനാഭൻ്റെ വിശദീകരണം എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ പത്മജ പോയതിൽ കാര്യമില്ല, ഇനിയും ആൾക്കാർ വരാനുണ്ട്. പത്മജയുടെ BJP പ്രവേശനത്തെ വിമർശിക്കുന്നവരിൽ പലരും BJPയുമായിട്ട് നേരത്തെ തന്നെ ചർച്ച നടത്തിയവരായിരുന്നു എന്നാണ് കെ സുരേന്ദ്രൻ അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്. ഇത് ശരിവെച്ചാണ് BJP നേതാവിൻ്റെയും നേരത്തെയുള്ള പ്രതികരണം വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിലെ ഏകദേശം 300-ലേറെ വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കൾ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ BJPയുമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവരിൽ പലരും പല മുതിർന്ന നേതാക്കളാണ്, മുൻപ് MLAയും MP ഒക്കെ ആയിട്ടുള്ളവരാണ്. ഇക്കാര്യം തനിക്ക് നേരിട്ട് അറിവുള്ളതാണ് എന്നും പേര് വിവരം സാമാന്യ മര്യാദ കാരണം വെളിപ്പെടുത്തുന്നില്ല എന്നുമാണ് പത്മനാഭൻ പറഞ്ഞിരിക്കുന്നത്. നാളെ അവർ BJPയിൽ ചേരുമ്പോൾ വിശ്വാസം വരുമെന്നാണ് VP ശ്രീപത്മനാഭൻ വിശദീകരിക്കുന്നത്. കെ കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ BJPയിൽ ചേർന്നതിനെ വിമർശിക്കുന്ന പലരും മുൻപ് BJPയിൽ ചേരാൻ വേണ്ടി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തി പരാജയപ്പെട്ടു പോയവരാണ് എന്നുള്ളതാണ്. അതൊരു പരിഹാസ രൂപേണ പറയേണ്ടി വരുന്നു എന്നുള്ളതാണ്. പത്മജയുടെ ഭർത്താവിനെതിരെ ഇപ്പോൾ EDയുടെ അന്വേഷണം നടക്കുന്നു. ആ EDയുടെ അന്വേഷണം നടക്കുന്നതിൽ ഭയന്നാണ് അവർ BJPയിലേക്ക് പോകുന്നത് എന്നാണ് ബിന്ദു കൃഷ്ണ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നത്. പക്ഷേ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് സുരേന്ദ്രൻ്റെ പരിഹാസം കലർന്ന മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇതിനു മുമ്പ് EDയെ കണ്ട് ഭയന്നിട്ടാണ് പത്മജ BJPയിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞ സാഹചര്യം, അത് അത്തരത്തിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇതിനു മുൻപ് BJPയുമായിട്ട് പലതരത്തിലുള്ള ചർച്ച നടത്തിയിട്ടുള്ളവരാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബിന്ദു കൃഷ്ണയും മുൻപ് തന്നെ സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തൻ്റെ മാന്യതയ്ക്കനുസരിച്ച് ഞാൻ അതേക്കുറിച്ചൊന്നും അധികം പറയുന്നില്ല എന്നാണ് അന്ന് സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഈ പറയുന്ന ആളുകളൊക്കെ പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നും മറുകണ്ഠം ചാടുന്നതിന് തയ്യാറാണെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതൊക്കെ വെറുതെ ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ കോൺഗ്രസ് ആണ് എന്ന് പറഞ്ഞ് നടക്കുന്നു എന്നുള്ളവരാണ് ഇപ്പോൾ ഉള്ളത്. കോൺഗ്രസിനെ വഞ്ചിച്ച് BJPയിൽ പോയി എന്നൊക്കെ ഇപ്പോൾ ചിലർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെ കോൺഗ്രസിനെ വഞ്ചിച്ചുകൊണ്ട് ആരും പോയിട്ടില്ല. കാരണം കോൺഗ്രസിനെ വഞ്ചിച്ച് CPMൻ്റെ പാളയത്തിൽ പോയവർക്ക് ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. ഏകദേശം 3 പാർട്ടികളുടെ പ്രസിഡൻ്റായിരുന്ന ഒരാളാണ് കേരളത്തിലിപ്പോൾ വേറെ ഉണ്ടായി കാണാൻ സാധ്യതയല്ല. അത് മുരളീധരനെ കുറിച്ചായിരിക്കും പറയുന്നത് കേട്ടോ. BJPയിലേക്ക് ആരെങ്കിലും വന്നാൽ അവർക്ക് എപ്പോൾ കുഴപ്പമുണ്ടാകുമോ അപ്പോൾ അവരെ രക്ഷപ്പെടുത്തുവാനും BJP ഉണ്ടാകും. CPMലേക്ക് പോയാൽ കുഴപ്പമില്ല, BJPയിലേക്ക് പോയാലാണ് കുഴപ്പം. അതാണ് കോൺഗ്രസ് തകരാൻ കാരണമെന്നാണ് BJPയുടെ നേതാക്കളൊക്കെ പറയുന്നത്. ഇവിടെ BJPയിൽ പത്മജ ഉൾപ്പെടെ എല്ലാവരും ചേരുന്നത് പലപ്പോഴും ഉപാധികളില്ലാതെയാണ് എന്നാണ് BJP പറയുന്നത്. പക്ഷേ അങ്ങനെയൊന്നുമല്ല, ഉപാധികളൊക്കെ ഉണ്ട്. ധാരാളം ആളുകൾ നരേന്ദ്രമോദിയുടെ വികസന അജണ്ടയിൽ ആകൃഷ്ടരായിട്ടാണ് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും BJPയിലേക്ക് എത്തുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിലൊരു 50% ശരിയുണ്ടാകാം. പക്ഷേ അപ്പോഴും അതിനകത്തൊരു ബാർഗൈനിങ് ഉണ്ട്. കേരളത്തിലും അത്തരത്തിൽ നിരവധി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ അടക്കം എത്തുന്നുണ്ട്. ഇപ്പോൾ AK ആന്റണിയുടെ മകൻ തന്നെ ആദ്യം BJPയിൽ ചേർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ലീഡറായിട്ടുള്ള കെ കരുണാകരൻ്റെ മകൾ ഇപ്പോൾ BJPയിലേക്ക് ചേരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ മുമ്പും പലരും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ BJPയുടെ ഒരു പ്രവേശനം, BJPയുടെ ഒരു പ്രസക്തി എന്ന് പറയപ്പെടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ സൂചനകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ കോൺഗ്രസിൻ്റെ പതനം ആരംഭിച്ചിരിക്കുന്നു. ഇനി ഇല്ല കോൺഗ്രസ് എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലും ഇന്ത്യയിൽ ഇല്ലാതായിരിക്കുന്നു. ഇന്ത്യയിൽ പൂർണ്ണമായിട്ടുള്ള പല മേഖലകളിലും ഇല്ലാതിരിക്കുന്നു.
കേരളത്തിലും ഇല്ലാതാകും, തരിപ്പണമാകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും. അതിൻ്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെ CPM-ൻ്റെ അക്രമത്തെയും മതഭീകരവാദ കൂട്ടുകെട്ടിനെയും അഴിമതിയെയും നേരിടാൻ ഇനി BJP-യും NDA-യും മാത്രമേ അവശേഷിക്കുന്നു എന്ന് പറയപ്പെടുന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം രാജ്യമാസകലം ഇല്ലാതാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഇപ്പോൾ രാജ്യമാസകലം അലയടിച്ചു കൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി തരംഗം അത് കേരളത്തിലും ശക്തമായി ആഞ്ഞടിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് കോൺഗ്രസിൽ നിന്ന് പലതരത്തിലും വ്യക്തികളും NDA-യിലേക്ക് BJP-യിലേക്ക് ചേക്കേറുന്നത്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇപ്പോൾ വിമർശിക്കുന്ന പലരും ചിലപ്പോൾ നാളെ BJP-യിലേക്ക് വരുവാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം. പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള BJP ആണെങ്കിൽ കൂടി BJP-യോടൊപ്പം ചേർന്ന് നിൽക്കാൻ, നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കേരളത്തിൽ വലിയ പിന്തുണ വർദ്ധിക്കുന്ന ഒരു സാഹചര്യം കണ്ടുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം അതിലേക്ക് എത്തുന്നു എന്നതിൻ്റെ തെളിവാണ് പുതിയ സംഭവ വികാസങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്നാലും ചില കാര്യങ്ങൾ പറയാതെ പോകാൻ കഴിയില്ല. രാജ്യം മറ്റൊരു നിർണായകമായിട്ടുള്ള ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ്. ലീഡർ എന്ന് കോൺഗ്രസ് ഇന്നും വിളിക്കുന്ന, കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ വിശേഷിപ്പിച്ചിരുന്ന K. കരുണാകരൻ്റെ മകൾ പത്മജ വേണുഗോപാൽ ഇപ്പോൾ BJP-യിലേക്ക് എത്തിയിരിക്കുന്നത്, അംഗത്വം എടുത്തിരിക്കുന്നത്. അതോടുകൂടി കേരള രാഷ്ട്രീയ ചർച്ചകൾ എന്ന് പറയപ്പെടുന്നത് ഒരിക്കൽ കൂടി K. കരുണാകരനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ K. കരുണാകരൻ്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള രീതിയിൽ നിറയുകയാണ് എന്ന് പറയാൻ കഴിയും. കാരണം 2019 തിളയ്ക്കുന്ന ഒരു രാഷ്ട്രീയ ചൂടിനിടെ അതിനിർണായകമായിട്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് നിന്ന് അപ്രതീക്ഷിതമായിട്ട് വടകരയിലെത്തി ഇത് കോട്ടയായിരുന്ന അല്ലെങ്കിൽ ഇടതു കോട്ടയായിരുന്ന വടകരയെ K. കരുണാകരൻ്റെ മകനും പത്മജയുടെ സഹോദരനുമൊക്കെയുമായ K. മുരളീധരൻ പിടിച്ചു കെട്ടിയത് എന്നുള്ളത് വസ്തുതയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ ഓർത്തിട്ടുമുണ്ട്. P. ജയരാജൻ എന്ന് പറയപ്പെടുന്ന CPM-ൻ്റെ അതിശക്തനെ അന്ന് K. മുരളീധരൻ മലർത്തിയടിച്ചത് CPM-നെ ചെറുതായിട്ടല്ല ഞെട്ടിച്ചത്, വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു വടകരയിൽ വിജയമുണ്ടാക്കിയെടുത്തത്. ഇവിടെ ഒരിക്കൽ കൂടി K. മുരളീധരൻ കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പത്മജയുടെ BJP-യിലേക്കുള്ള പ്രവേശനം എന്നുള്ളത് കോൺഗ്രസിനെയും ഞെട്ടിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ കോൺഗ്രസിനെയും CPM-നെയൊക്കെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വീര്യമുള്ള ഒരു ചൂരൽ കഷായം പോലെ തന്നെയാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല ദേശീയ തലത്തിൽ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മുന്നണിക്കെതിരെ ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ആയുധമായി പരിണമിച്ചിരിക്കുകയാണ് പത്മജ എന്ന് പറയപ്പെടുന്നത്. കേരള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും കഴിവുറ്റ അല്ലെങ്കിൽ ആജ്ഞാശക്തിയുള്ള കരുത്തുള്ള മുഖ്യമന്ത്രിമാരിൽ ഒരാളായിരുന്നു വ്യക്തിത്വമാണ് K. കരുണാകരൻ. അതായത് എതിരാളികളെപ്പോലും K. കരുണാകരനെ വിശേഷിപ്പിച്ചിരുന്നത് ഏറ്റവും നല്ല ലീഡർ, ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കരുണാകരൻ്റെ മരണത്തിന് ശേഷവും ഇന്നും ലീഡർ എന്ന വിളിപ്പേര് മായാതെ നിൽക്കുന്നത് എന്ന് പറയപ്പെടേണ്ടി വരും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പത്മജയുടെ കക്ഷി മാറ്റം എന്ന് പറയപ്പെടുന്ന ദേശീയ തലത്തിലടക്കം BJP-ക്ക് വലിയ പ്രധാന ആയുധമായി മാറുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് വലിയ അടിയാണത്. കോൺഗ്രസിലെ 2 പ്രമുഖ നേതാക്കളുടെ മക്കളെ ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ കാലത്ത് തങ്ങളുടെ ഒപ്പം ചേർക്കാനായത് കേരളത്തിൽ മോദിയുടെ നേതൃപാടവത്തിൻ്റെ അംഗീകാരമായി വേണമെങ്കിൽ കരുതേണ്ടി വരും. കേരളത്തിൽ BJP-ക്ക് അത്തരത്തിൽ പ്രചരിപ്പിക്കുവാനുള്ള ഒരു അവസരം കൂടി ലഭിക്കുകയാണ്. അതിന് കോൺഗ്രസിലെ തന്നെ ആദർശ രാഷ്ട്രീയ നേതാവായി അംഗീകരിക്കപ്പെടുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന AK ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണിയെ തന്നെ ചാക്കിലാക്കിക്കൊണ്ടായിരുന്നു BJP-യുടെ ആദ്യത്തെ നീക്കമെന്ന് പറയപ്പെടുന്ന ആദ്യ നീക്കം നടത്തിയത് AK ആൻ്റണിയുടെ മകനെ കയ്യിലെടുക്കുക. മാത്രമല്ല പത്തനംതിട്ടയിൽ ഇത്തവണ മത്സരിക്കാൻ വേണ്ടിയിട്ട് ഒരു സീറ്റും AK ആൻ്റണിയുടെ മകനെ നൽകിക്കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ്സുകാരുടെ പ്രിയപ്പെട്ട ലീഡറുടെ മകളെ കൂടി ഇപ്പം ഒപ്പം കൂട്ടുക കൂടി ചെയ്തതോടെ കോൺഗ്രസ്സുകാർക്ക് പോലും മോദിയുടെ നേതൃത്വത്തോട് താല്പര്യമാണ് എന്ന് ഒരിക്കൽ കൂടി ജനങ്ങളോട് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന തരത്തിലേക്ക് BJP വളർന്നിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് BJP-യുടെ കണക്കുകൂട്ടലുകളെന്നും നമുക്ക് വേണമെങ്കിൽ വാദിക്കാം. BJP ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള 195 സ്ഥാനാർത്ഥികളിൽ കേരളത്തിലെ 12 മണ്ഡലങ്ങളാണ് ഉണ്ടായിരുന്നത്. കേരളത്തിൽ BJP ഇത്തവണ കണക്കുകൂട്ടുന്ന സീറ്റുകളുടെ എണ്ണം എന്ന് പറയപ്പെടുന്ന 2 അക്കം കടത്തുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാചകം അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി, ഒരു പ്രഖ്യാപനം, ആ നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അത്ര നിസ്സാരമായി കാണേണ്ടതല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് ഈ 12 സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനം എന്ന് പറയപ്പെടുന്നത്. BJP ഇപ്പോൾ നിർണായകമായിട്ടുള്ള ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ നിർണായക മണ്ഡലങ്ങളായി കണക്കാക്കുന്ന തിരുവനന്തപുരം, തൃശ്ശൂർ, ആറ്റിങ്ങൽ, പത്തനംതിട്ട, പാലക്കാട് കൂടാതെ ആലപ്പുഴ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞുവെങ്കിലും ചാലക്കുടി പോലുള്ള ഇടങ്ങളിൽ ഇനി ഒഴിച്ചിട്ടിട്ടുണ്ട്, ബാക്കിയായിട്ടുള്ളവയുണ്ട്. ഇവിടെയാണ് പത്മജയെ BJP സ്ഥാനാർത്ഥിയായിട്ട് പരിഗണിക്കാൻ പോകുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥിയാക്കിയാലും അതിനകത്ത് അത്ഭുതപ്പെടേണ്ട കാര്യമില്ല എന്ന് കൂടി പറയട്ടെ. കാരണം നേരത്തെ CPM-ൻ്റെ ഭാഗമായിട്ടും പിന്നീട് കോൺഗ്രസിൻ്റെ തന്നെ ഭാഗമായിട്ടുമെല്ലാം പലപ്പോഴും നിന്നിരുന്ന AP അബ്ദുള്ളക്കുട്ടി,
ആ AP അബ്ദുള്ളക്കുട്ടിയെ ദേശീയ മുസ്ലിം പരിവേഷം നൽകിക്കൊണ്ട് തന്നെയാണ് BJPയുടെ സാരഥിയായിട്ട് അല്ലെങ്കിൽ BJPയുടെ ഭാഗമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതിനേക്കാളെല്ലാം ഗുണം ചെയ്യുന്ന തരത്തിലേക്കാണ് പക്ഷേ പത്മജയുടെ പ്രവേശനം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിൽ BJP കണക്കറ്റ് സന്തോഷിക്കുന്നുണ്ട്. അവരുടെ കണക്കുകൂട്ടലുകൾ വളരെ മുകളിലാണ്. മോദിക്കെതിരെ പോരാടാൻ രൂപവൽക്കരിച്ചിട്ടുള്ള ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായിട്ടുള്ള വളരെ പ്രാധാന്യമുള്ള ഒരു ഇടമായിട്ട് കോൺഗ്രസ് കണക്കാക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ അവിടെ കാര്യങ്ങൾ നല്ല ഗതിയിലല്ല പോകുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ 19 MP പാർലമെൻറ്റിലെത്തിക്കാനായിരുന്നു UDFനായി. ഇത് ഇത്തവണയും ആവർത്തിച്ചാൽ കേരളത്തിനത് വലിയ നേട്ടവും ആവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രചരണവും അത്തരത്തിലാണ്. പക്ഷേ അത് നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ഇന്ത്യ സർക്കാർ അധികാരത്തിലെത്തിയാൽ, അങ്ങനെ എത്തുകയാണെങ്കിൽ, അങ്ങനെ സാഹചര്യം ഇല്ല, പക്ഷേ അവിടെ കോൺഗ്രസ് MPമാർ നിർണായകമാകുമെന്നും മന്ത്രിസഭയിലടക്കം കേരളത്തിന് വലിയ പ്രാധാന്യമൊക്കെ ലഭിക്കുമെന്നുമൊക്കെയാണ് കോൺഗ്രസ് പറയുന്നത്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു കോൺഗ്രസിൻ്റെ ഈ പ്രചരണം എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇങ്ങനത്തെ പ്രചരണം നടക്കുമ്പോഴാണ് ഇപ്പോൾ പത്മജയുടെ BJPയിലൊക്കെ പ്രവേശനം എന്നതും ശ്രദ്ധേയമാകുന്നുണ്ട്. മുൻ കോൺഗ്രസ് നേതാക്കളായിട്ടുള്ള ശ്രീ രഘുനാഥ്, മാത്രമല്ല അനിൽ ആൻ്റണി, AP അബ്ദുള്ളക്കുട്ടി എന്നിവരുടെ ഒപ്പം ഇപ്പോൾ പത്മജയും സ്ഥാനാർത്ഥി പരിവേഷത്തിലേക്ക് എത്തപ്പെടുമെന്നതിനാൽ, അങ്ങനെ പരിവേഷത്തിലേക്ക് എത്തിയാൽ, സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ കോൺഗ്രസ് ഉണ്ടാക്കുന്ന ക്ഷീണം എന്ന് പറയപ്പെടുന്നത് ചെറുതായിരിക്കില്ല എന്നുള്ളതും കൃത്യമാണ്. അങ്ങനെ പത്മജയുടെ സ്ഥാനാർത്ഥിത്വം അംഗീകരിക്കുന്ന തരത്തിലേക്കും പത്മജ എന്ന് പറയപ്പെടുന്നത് കോൺഗ്രസ് വിട്ടത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിക്കുന്നിടത്താണ് കോൺഗ്രസിൻ്റെ പല നേതാക്കളും അവിടെ ആ കളം വിട്ട് BJPയിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഉണ്ടാകുന്നു എന്ന് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇത്തരത്തിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ, നാനാഭാഗങ്ങളിലും നിന്നും കോൺഗ്രസിൻ്റെ മുഖങ്ങളെല്ലാം മറ്റു മറുകണ്ഠം ചാടുന്ന ഒരു സ്ഥിതിവിശേഷം, അല്ലെങ്കിൽ BJPയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഏകദേശം 444 സീറ്റുകൾ സമ്പാദിച്ചുകൊണ്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്ന കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം 44 സീറ്റുകളിലേക്ക് ചുരുങ്ങുക എന്ന് പറയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്, കോൺഗ്രസിൻ്റെ അടിത്തറ ഇളക്കുക എന്നുള്ള സ്ഥിതിവിശേഷം ഉണ്ടായത് കോൺഗ്രസിനകത്തെ പടലപ്പിണക്കവും നയിക്കാൻ നല്ലൊരു നേതാവില്ലാത്തതുമാണ് എന്നുള്ളത് ഇനിയെങ്കിലും കോൺഗ്രസ് തിരിച്ചറിഞ്ഞില്ല എങ്കിൽ 2024 തെരഞ്ഞെടുപ്പിൽ 44 സീറ്റുകൾ പോലും ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.